വഞ്ചിപ്പാട്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് പെയറായിട്ട് നിൽക്കും. എന്നിട്ട് 1 2 മൂന്നാമത് ബാക്കിൽ കുത്തുമ്പോൾ കൊട്ടി 4 അവിടെ തന്നെ ചവിട്ടി. ഈ കൊട്ടിൻ്റെ ഹൈറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും ഹൈറ്റിൽ വേണം വരെ. ഇവിടെ വരരുത്. കാരണം അപ്പോൾ ഈ കൈ ഇവിടെ വെച്ചു, ഇവളുടെ കൈ അവിടെ ഇല്ലെങ്കിൽ കൃത്യം ഇവിടെ കൊള്ളുക. അപ്പോൾ അതിനേക്കാൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അവിടെ പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ ഹൈറ്റ് കിട്ടാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ ഫേസ് കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഇവിടെ അതിലും താഴെ ഇങ്ങനെയല്ല അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ താളം പോകാനും എളുപ്പമാണ്. ഇതിൻ്റെ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ സമയം കിട്ടണം. ഇവിടെ ആകുമ്പോഴേക്കും സ്പീഡ് കൂടും. അപ്പോൾ കുട്ടികളെ ഇന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ കണ്ടു ആ ഒരു സ്പീഡ് പോവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെ കൃത്യം ക്യൂവിലായിരിക്കില്ല. അതായത് ഇപ്പോൾ ഉള്ളിലും പുറത്ത് നിന്ന് കറക്റ്റ് അങ്ങനെയല്ല. അതും കൂടെ നോക്കാം. 1 2 കണ്ട ഇത്രയും എങ്ങനെയാണ് വരുന്നത്. ഉള്ളിലും പുറത്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെയല്ലല്ലോ വരുന്നത്. ഇത്ര വരും. അടുത്ത കളിക്ക് തിരിച്ചും ആദ്യം ഉള്ളിലുണ്ടായിരുന്നവരൊക്കെ പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ അപ്പുറത്ത് കളിക്കുന്നതും കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 1 2 3 ഇങ്ങനെ അങ്ങ് കടന്നു പോയിട്ട് 1 2 ഇവിടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള പണി അവിടെ പൂർത്തിയാക്കണം. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ തിരിയും. വീണ്ടും അതേ സ്വന്തം പേരിൻ്റെ കൂടെ കളിച്ചു. ഇനി എടുത്ത് വെച്ചിട്ട് അടുത്ത ഈ പേരിൻ്റെ കൂടെയും അവസാനിപ്പിച്ചു. അപ്പോൾ സ്റ്റെപ്പിനൊരു മാറ്റമില്ല. നമ്മൾ അപ്പുറത്ത് കടന്നു പോയി ഈ സൈഡിലും കളിച്ചു. അതായത് 4 പേരെ ഒരാൾ കളിക്കും. അപ്പുറത്തും കളിക്കും. 3 പേരെ നടുക്കിലൊരാൾ സ്വന്തം പേരുണ്ടാവും, അപ്പുറത്തെ പേരും ഇപ്പുറത്തെ പേരും 3 പേരെ ഒരാൾ കളിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റുകാല് വെച്ചിട്ട് ഇങ്ങനെ പോണ സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 അതിൻ്റെ കാല് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 1 2 3 4 ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ കൃത്യം പുറകിലെത്തിയിട്ടുണ്ടാവും. ഒരു റാ എന്ന് എഴുതിയ പോലെ അല്ലെങ്കിൽ സി അങ്ങനെ എഴുതിയ പോലെ എത്തിയിട്ടുണ്ടാവും. 1 2 ഒരു ലൈനിൽ വന്നു. 3 ഇനി പുറകിലേക്ക് വെച്ചു. 4 മാക്സിമം ക്രോസ് ചെയ്ത് വെക്കും. അതുമ്മലാണ് നമ്മൾ വട്ടം ക്ലിയർ ആവണേ. ഇനി തിരിച്ച് അതേ സ്ഥലത്തേക്ക് എത്തും. 1 6 7 ഉണ്ട്. ആ 8 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മൾ വട്ടത്തേക്ക് എത്തില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചതിലേക്കാണ് ഇനി അടുത്ത സ്റ്റെപ്പ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. അടുത്തടുത്ത് 1 2 3 1 2 3 1 2 3 ഈ സ്റ്റെപ്പുകളൊക്കെ കൈ അറിയണം എന്ന് പറയും. അതായത് 1 2 3 1 2 3 3 വന്നു. 1 2 3 1 2 3 അപ്പോൾ അവിടെ അവസാനിപ്പിക്കുന്നത് കയ്യിലേക്ക് എത്തണം. അത്രയും സ്റ്റെപ്പ്. ഇനി പുറകിൽ കുത്തി ഇത് മാത്രം താളം ഒന്ന് മുറുകി. ഇനി വീണ്ടും 1 ക്രോസ് ചെയ്ത് നല്ലപോലെ ക്രോസ് ചെയ്ത് കുത്തിയിട്ട് 1 2 1 2 ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ മലർത്തി പിടിച്ച കയ്യിനെ കൊട്ടി വീണ്ടും എടുത്ത് കൊട്ടി. വളരെ കുറച്ചേ ഉള്ളൂ സ്റ്റെപ്പ്. ഇതാണ് രണ്ടാമത്തെ വരിയുടെ സ്റ്റെപ്പ്. ഓക്കെ. സരസലോചനെ ബാലേ രുക്മിണി നീ വരികേടു ശൂതിനായിട്ടിരുന്നാലും വൈകരുതേതും ചൂതിലേതും പരിചയമില്ലെനിക്കു ജീവനാഥ. എങ്കിലും ഞാൻ കളിച്ചിടാമൊന്നു ചെയ്യണം കേശവ. നീ തോറ്റുവെങ്കിലന്യനാരി ജനങ്ങളിൽ ആശ പൂണ്ടു വാഴില്ലെന്നു സത്യം ചെയ്യണം. കൈടഭാര്യരുൾ ചെയ്തു രുക്മിണി നീ തോറ്റുവെങ്കിൽ ഉപഹനം നൃപഹനം പറഞ്ഞിടണം. ഡെയിലി ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്തോളൂ.